ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ സഹോദരീ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമളാൻ അതിൻ്റെ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ മുസ്ലിം ഉമ്മ വലിയ വേദനകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുമല്ല, അത് ഗസയെക്കുറിച്ച വേദനയാണ്. റമളാൻ ആരംഭിക്കുമ്പോൾ, ഈ വർഷത്തെ റമളാൻ ആരംഭിക്കുമ്പോൾ ലോക മുസ്ലിം സമൂഹത്തിൻ്റെ ആശ്വാസം ഗസയിൽ സയണിസ്റ്റുകളുടെ ആക്രമണത്തിന് അറുതി വന്നിരിക്കുന്നു, താൽക്കാലികമായെങ്കിലും എന്നതായിരുന്നു. പക്ഷേ ആ ആശ്വാസം റമളാൻ 17-18 ദിനങ്ങൾ മാത്രമേ നീണ്ടു നിന്നുള്ളൂ. ഗസ വീണ്ടും രക്തമൊലിപ്പിക്കുകയാണ്. അതിഭീകരമായ ആക്രമണങ്ങൾക്കാണ് റമളാൻ 18 മുതൽ കഴിഞ്ഞ 10 ദിവസങ്ങളായി ഗസ വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, മുതിർന്നവർ, വല്യമ്മമാർ ഇവരൊക്കെ അതിശക്തമായിട്ട് ആക്രമിക്കപ്പെടുകയാണ്. അത്താഴത്തിന് എഴുന്നേൽക്കാൻ സമ്മതിക്കാതെ സുഹൂറിന് വേണ്ടി കിടന്നുറങ്ങുന്ന ഗസയിലെ മനുഷ്യരെ സുഹൂറിൻ്റെ തൊട്ട് മുമ്പ് വലിയ ആക്രമണങ്ങളിലൂടെ വകവരുത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നോമ്പ് തുറക്കാൻ സമ്മതിക്കാതെ, നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ്, ഇഫ്താറിൻ്റെ തൊട്ട് മുമ്പ് ബോംബ് മഴ പെയ്യിച്ചുകൊണ്ടാണ് സയണിസ്റ്റ് സേന ഇപ്പോൾ അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിലും എന്നും റമളാനിൽ ഗസക്കാർക്ക് സമാധാനം കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് അധിനിവേശ സൈന്യത്തിൻ്റെ ഒരു രീതിയാണ്. കാരണം അവർക്കറിയാം റമളാനിനെ എത്ര ആവേശത്തോടും എത്ര ചൈതന്യത്തോടും കൂടിയാണ് ഗസക്കാർ, ഫലസ്തീനികൾ കൊണ്ടു നടക്കാറുള്ളത് എന്ന് ആരെക്കാളും അറിയുന്നവരാണ് സയണിസ്റ്റുകൾ. അതുകൊണ്ട് തന്നെ ഗസക്കാർ അവരുടെ ഈമാനിനെ ശക്തിപ്പെടുത്തുന്ന, അവരുടെ ഇസ്ലാമിക ജീവിതത്തിന് മൂർച്ച നൽകുന്ന ഒരു സന്ദർഭമെന്ന നിലക്ക് റമളാൻ കാലങ്ങളിൽ പല ഘട്ടങ്ങളിലും ഗസയെ ആക്രമിക്കുക എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ ഒരു പോളിസിയായിരുന്നു. നമ്മൾ ഗസയുടെ പുതിയ വിശേഷങ്ങൾ, അല്ലെങ്കിൽ ഈ വർഷത്തെ റമളാൻ വിശേഷങ്ങൾ ആലോചിക്കുമ്പോൾ അതിഭീകരമായ അവസ്ഥകളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അൽ ജസീറ മുബാഷിറിൻ്റെ വനിതാ റിപ്പോർട്ടർ ഫലസ്തീനികൾ, ഗസക്കാർ താമസിക്കുന്ന ടെൻ്റ് സന്ദർശിച്ച് അനുഭവം പറയുന്നുണ്ട്. അവരവിടെ കാണുന്ന അനാഥരായ കുട്ടികളെക്കുറിച്ച്. സൗജാത്തു ശുഹദാക്കളുടെ ഭാര്യമാർ, വിധവകളായ സഹോദരികൾ. ഫഖദ്ന സൗജ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഫഖദ്നൽ അബ്, പെൺകുട്ടികളും ആൺകുട്ടികളും പറയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വാപ്പമാരെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഫഖദ്നൽ ഉമ്മയെ നഷ്ടപ്പെട്ടിരിക്കുന്നു. 17 വയസ്സുള്ള എൻ്റെ മകൻ ഇബ്നി മുസാബിൻ, എൻ്റെ മകൻ ഗുരുതരമായ പരുക്ക് പറ്റി ചികിത്സ പോലുമില്ലാതെ ആശുപത്രി കിടക്കയിലാണ്. ഇതിനൊക്കെ ഇടയിലും അവരാ ടെൻറ്റിൽ കാണുന്നത് മകനെ ഖുർആൻ പഠിപ്പിക്കുന്ന ഉമ്മയെയാണ്. യുദ്ധത്തിൽ പൊട്ടിപ്പോയ തൻ്റെ കണ്ണട ഉപയോഗിച്ച്, ഒരു വേള നമുക്ക് തോന്നും ഈ ദൃശ്യം കാണുമ്പോൾ ഇത് നമ്മളേതോ സിനിമയിൽ കാണുന്നതാണോ എന്ന്. യുദ്ധത്തിൽ പൊട്ടിപ്പോയ കണ്ണട ഉപയോഗിച്ച് തൻ്റെ മക്കൾക്ക് ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കുന്ന, ഹാഫിളുകളായ മക്കളിൽ നിന്ന് ഖുർആൻ കേൾക്കുന്ന ഉപ്പമാരുടെ സഹോദരന്മാരുടെ കഥയാണ് ഈ റമളാൻ കാലത്തും നാം ഗസയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗസക്ക് കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ഈ വർഷത്തെ നോമ്പും ഇങ്ങനെയൊക്കെയായി മാറിയിരിക്കുകയാണ്. ഒഴിഞ്ഞൊട്ടിയ വയറുകളോടെയാണ് കഴിഞ്ഞ നോമ്പിന് അവർ സ്വാഗതം ചെയ്തതും ഫേസ് ചെയ്തതുമെങ്കിൽ ഇപ്രാവശ്യത്തെ നോമ്പിൻ്റെ അവസാനത്തെ രണ്ടാം പാതി
അങ്ങനെ തന്നെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. 2024 2 പെരുന്നാളുകൾ പോലെ തന്നെയാണ് ഇത്തവണത്തെ പെരുന്നാളിനെയും അവർ അഭിമുഖീകരിക്കാൻ പോകുന്നത്. ശുദ്ധമായ വെള്ളമില്ലാത്തതിനാൽ തൊണ്ട പൊട്ടുന്ന ദാഹമാണ് നോമ്പിലും ഇനി പെരുന്നാളിനുമൊക്കെ ഗസയിലെ പ്രിയപ്പെട്ടവർക്ക്. 2.4 മില്യൺ സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, വല്യപ്പമാർ ഒരു സൗകര്യവുമില്ലാത്ത ടെൻറ്റുകളിലും കൽക്കൂനകളിലുമാണ് അവരുടെ നോമ്പും പെരുന്നാളും എന്ന് വളരെ സന്തോഷത്തോടെ നോമ്പെടുത്ത് പെരുന്നാളിനെ പ്രതീക്ഷിക്കുന്ന നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിലൊക്കെ ഉപരി നമ്മളറിയണം, കത്തിച്ചാമ്പലാക്കി കളയുന്ന ഇസ്രായേലി തീഗോളങ്ങൾക്ക് കീഴെയാണ് അവരവരുടെ നോമ്പിനെയും പെരുന്നാളിനെയും ഫേസ് ചെയ്യാൻ പോകുന്നത്. വംശഹത്യ അതിൻ്റെ മുഴുവൻ വന്യതയോടും ക്രൂരതയോടും കൂടി അവരെ 4 ഭാഗത്തു നിന്നും വന്ന് പൊതിഞ്ഞിരിക്കുകയാണ്. സഹോദരന്മാരെ, കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയില്ലാത്ത, പുതുവസ്ത്രങ്ങളില്ലാത്ത ഈദാണ് അവരെ വരവേൽക്കാനിരിക്കുന്നത്. പള്ളികളില്ല. ഈദ് നമസ്കാരവും തക്ബീറുകളും ഉണ്ടാവുമോ എന്നറിയില്ല. കാരണം ഇന്നലെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മുകളിലേക്കാണ് ഇസ്രായേലി ഭീകരർ തീബോംബുകൾ വർഷിച്ചത്. നോമ്പിനും ഇനി പെരുന്നാളിനും കുടുംബങ്ങളൊത്തുള്ള ഒന്നിച്ചു ചേർന്നുള്ള ആഹ്ലാദങ്ങളില്ല. കാരണം അവരുടെ കുടുംബങ്ങളൊക്കെ മുറിഞ്ഞ് തെറിച്ച് ഒന്നുമല്ലാതായി പോയവരാണവർ. ചിലർ അനാഥരായ മക്കളാണിന്ന്, യത്തീമുകൾ. അവരുടെ ഉമ്മയും ഉപ്പയും ഷഹീദുകളാണ്. ചിലർ ഉമ്മമാരായ വിധവകളാണ്. കാരണം മക്കളും ബാപ്പയും അല്ലെങ്കിൽ മക്കളും ഇണയുമൊക്കെ ഭർത്താവുമൊക്കെ ഷഹീദുകളായി കഴിഞ്ഞവർ. ഇനിയും ചിലർ വെല്ലിപ്പമാർ മാത്രമായിട്ടൊക്കെ നിൽക്കുന്നവരാണ്. കാരണം അവരുടെ പ്രിയപ്പെട്ട മക്കളും പേരമക്കളും ഒന്നടങ്കം ഷഹീദുകളാകേണ്ടി വന്നവരാണ്. ഈ വരാനിരിക്കുന്ന ഈദ് പെരുന്നാൾ, ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത് അവർക്ക് പ്രിയപ്പെട്ടവർക്കുള്ള തേങ്ങലിൻ്റെയും പ്രാർത്ഥനകളുടേതുമാണ്. വംശഹത്യ തുടങ്ങിയ ശേഷമുള്ള 3ാമത്തെ പെരുന്നാളിലെ ഗസയുടെ ചിത്രമാണ് 2024 2 പെരുന്നാളുകൾക്ക് ശേഷം 2025 ഈദുൽ ഫിത്തർ കൂടി ഇങ്ങനെയാണ് അവർക്ക് കടന്നു പോകാനുള്ളത്. ഇതാണ് ഗസയുടെ പെരുന്നാളിൻ്റെ ചിത്രം. ഓരോ ദിവസവും രക്തം പുരണ്ട കഫൻ പുടവകൾ കെട്ടിപ്പിടിച്ച് കിടന്നുള്ള ഹംദും തക്ബീറുമാണ് അവരുടേത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട റബ്ബുണ്ട് എന്നതാണ് അവരുടെ വിജയമന്ത്രം. സഹോദരന്മാരെ, ഈദ് ദിനത്തിൽ പ്രിയപ്പെട്ട പൊന്നോമന മകളുടെ രക്തത്തിൽ കുതിർന്ന കഫൻ പുടവയിൽ പൊതിയപ്പെട്ട ശരീരത്തെ വാരിപ്പുണരേണ്ടി വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അവരുടെ ശത്രു, മുസ്ലിം ഉമ്മത്തിൻ്റെ ശത്രു, മനുഷ്യ സമൂഹത്തിൻ്റെ തന്നെ ശത്രു അത്രക്കും ക്രൂരനാണ്, അത്രക്കും നിഷ്ഠൂരനുമാണ്. ശത്രു എന്ന് പറയുമ്പോൾ യാങ്കി സയണിസ്റ്റ് ഭീകരർ ഒറ്റക്കെട്ടായാണ് ഈ കുഞ്ഞു ദേശത്തോട്, ഈ നിസ്സഹായരായ ജനതയോട് അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒളിഞ്ഞും തെളിഞ്ഞും അവരോട് ചേർന്ന് നിൽക്കുന്നവരുണ്ട്. ഇസ്ലാമിനെതിരായ, മുസ്ലിം ഉമ്മത്തിനെതിരായ അഹ്സാബ് അഥവാ സഖ്യകക്ഷികൾ. കുരിശ് യുദ്ധങ്ങളും ഓറിയൻ്റലിസവും വാർ ഓൺ ടെററും ഇസ്ലാമോഫോബിയയും വരെ എന്തെല്ലാം കുടിലതകളാണ് ഇസ്ലാമിനും ഈ ഉമ്മത്തിനുമെതിരെ നിരന്തരം പടർത്തിവിട്ടുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ഗസക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമേയല്ല. സയണിസത്തെ, സാമ്രാജ്യത്വ കുടിലതകളെ, അത് പേറുന്ന ചതിയുടെ ലോകക്രമത്തെ അതിൻ്റെ 1-ാം തീയതി മുതൽ തിരിച്ചറിഞ്ഞവരാണ് അവർ. 1948 ആദ്യ ഫലസ്തീൻ പോരാട്ടം അഥവാ ഫലസ്തീൻ ജിഹാദ് നടക്കുന്നത്. അന്ന് തീരേണ്ടതായിരുന്നു യഥാർത്ഥത്തിൽ സയണിസ്റ്റ് ജാരരാഷ്ട്രത്തിൻ്റെ അസ്തിത്വവും മോഹപദ്ധതികളുമൊക്കെ.
അന്ന് അസ്തമിക്കേണ്ടതായിരുന്നു പശ്ചിമേഷ്യയിലെ സാമ്രാജ്യത്വത്തിൻ്റെ അതീശ മോഹങ്ങളെല്ലാം. പക്ഷെ ചതിയായിരുന്നു അന്ന് കാര്യങ്ങൾ തകിടം മറിച്ചത്. ആ ചതിയുടെ തുടർച്ചയാണ് ഇന്നും ഗസയിലും പലസ്തീനിലും നാം കാണുന്നത്. 1948 ചതി, 48 നക്ബക്ക് വലിയ പലായനത്തിന് കാരണമായെങ്കിൽ 2025 ചതിയിലൂടെ ഫലസ്തീനികളെ ആഫ്രിക്കയിലേക്ക് ആട്ടിപ്പയക്കാനാണ് സാമ്രാജ്യത്വ ശക്തിയും സയണിസ്റ്റ് ഭീകരരും. അതാണ് അവർ സ്വപ്നം കാണുന്നത്, അതാണ് അവരുടെ ഉള്ളിലിരിപ്പ്. ഇതിനെതിരായ മഹത്തായ പോരാട്ടമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗസാവികൾ, ഹമാസ് ഉൾപ്പെടെയുള്ള പോരാട്ട പ്രസ്ഥാനങ്ങൾ അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഞാൻ എന്തിനാണ് ഗസയെക്കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മളിങ്ങനെ നോമ്പ് നോറ്റ് ലൈലത്തുൽ ഖദർ നിർവഹിച്ച് ഖിയാമുൽ ലൈൽ നിർവഹിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മുടെ നോമ്പിനും മുകളിലുള്ള പോരാട്ടമാണ് ഗസാവികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമുള്ളതാണ് അത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ പെരുന്നാൾ തക്ബീറുകളെക്കാൾ ശക്തിയുണ്ട് ഇരു ലോകത്തും അവരുടെ പോരാട്ട തക്ബീറുകൾക്ക് എന്ന് നാം മനസ്സിലാക്കണം. സഹാബിമാരെ ഓർമ്മിപ്പിക്കും വിധമുള്ള മഹത്തായ പോരാട്ടമാണ് ഈ കാലഘട്ടത്തിലെ മഹത്തായ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, റിബാത്തു സാഅത്തിൻ ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിലെ 1 മണിക്കൂർ പോരാട്ടം എന്ന് പറയുന്നത് ഖൈറും മിൻ ഖിയാമി ലൈലത്തുൽ ഖദ്രി ഇൻദൽ ഹജറുൽ അസ്വദ്, ഹജറുൽ അസ്വദിനടുത്ത് ലൈലത്തുൽ ഖദർ നിർവഹിക്കുന്നതിനേക്കാൾ, ലൈലത്തുൽ ഖദറിൽ കഴിച്ചു കൂട്ടുന്നതിനേക്കാൾ മഹത്തരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഗസയിലെ അൽ മുറാബിത്തൂൻ അൽ മുജാഹിദൂന ഫി ഗസ, ഗസയിലെ ഈ മുജാഹിദുകൾ, ഈ പോരാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം വലിയ പോരാട്ടമാണ്. അതുകൊണ്ടാണ് താരിഖ് സുബൈദാനെ പോലുള്ള ഇസ്ലാമിക ചിന്തകർ, ഇസ്ലാമിക പണ്ഡിതർ തുഫാനുൽ അഖ്സ എന്ന് പറയുന്നത് തുഫാനുൽ ഉമ്മയാണ്. ഈ ഉമ്മത്തിൻ്റെ പോരാട്ടമാണ്, ഈ ഉമ്മത്തിൻ്റെ തൂഫാനാണ്, ഈ ഉമ്മത്തിനെ വിമോചിപ്പിക്കുന്ന മഹത്തായ പോരാട്ടമാണ് എന്ന് പറഞ്ഞു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരെ സ്നേഹിക്കുക, അവരോട് ഐക്യദാർഢ്യപ്പെടുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ചുരുങ്ങിയത് അവരെ അപഹസിക്കാതിരിക്കുകയെങ്കിലും ചെയ്യുക. സംഘടനാ പക്ഷപാതിത്വം തലക്ക് പിടിച്ച് ഫലസ്തീനികളെ, ഹമാസിൻ്റെ പോരാളികളെ, ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ അപഹസിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഹമാസ് എന്ന സംഘടന അവർക്ക് വേണ്ടി നടത്തിയ ഒരു പോരാട്ടം ആണ് എന്ന് ഇത് നമ്മൾ മനസ്സിലാക്കരുത്. അല്ലെങ്കിൽ ഫലസ്തീനികൾക്കെതിരായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണം എന്ന് പറയുന്നത് ഹമാസിനെതിരായ ഒരു ആക്രമണമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഹമാസിനെതിരെ മാത്രമുള്ള ആക്രമണമല്ല, ഇതൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ്, ഇതൊരു പദ്ധതിയുടെ ഭാഗമാണ്. ഒരു സംഘടനയുടെയും ലോക ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ, ഇസ്ലാമിസ്റ്റ് മൂവ്മെൻറ്റുകളുടെ എന്തെങ്കിലുമൊക്കെ ഭാഗമായതുകൊണ്ടല്ല 10 ലക്ഷം ഇറാഖി കുഞ്ഞുങ്ങളെ യങ്കി സാമ്രാജ്യത്വ ശക്തി ആക്രമിച്ച് കൊന്നൊടുക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഫ്ഗാനിസ്ഥാനിലെ ലക്ഷക്കണക്കിന് കുട്ടികളെയും സ്ത്രീകളെയും ഇവർ കൊന്നൊടുക്കിയത് ഏതെങ്കിലും ഒരു സംഘടനയോടുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. അപ്പോൾ ഈ ഗസ എന്ന് പറയുന്ന കുഞ്ഞുദേശത്തെ ആ പച്ച മനുഷ്യരെ കുരുതി കൊടുക്കുന്നവർക്കെതിരായി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ബാധ്യതയാണ്. റമദാനിൻ്റെ ബാക്കി ദിനരാത്രങ്ങളിൽ, പെരുന്നാളിൽ പ്രാർത്ഥന നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇസ്ലാം വിരുദ്ധ ശക്തികളെ നശിപ്പിക്കാൻ തന്നെ റബ്ബിനോട് നാം കേണ് പ്രാർത്ഥിക്കുക. ഇന്നത്തെ അല്ലെങ്കിൽ നാളത്തെ പകൽ ശിക്ഷയുടെ പകലാവാൻ നമ്മൾ പ്രാർത്ഥിക്കുക. ഇനിയത്തെ രാവ് ഇവർക്കുള്ള ശിക്ഷയുടെ രാവാകാൻ നമ്മൾ പ്രാർത്ഥിക്കുക. ഭൂമി ഈ ദുശക്തികളുടെ മേൽ കമിഴ്ത്തപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കുക. ആകാശം അവരുടെ മേൽ മഴയോ തീമഴയോ വർഷിക്കാൻ നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. ആദും സമൂദും നശിപ്പിക്കപ്പെട്ട പോലെ ഇവർ നശിപ്പിക്കപ്പെടുകയാണ്. ആ രാജ്യങ്ങളിലെ തന്നെ നല്ല മനുഷ്യർക്കും മുഴുവൻ മനുഷ്യരാശിക്കും നല്ലത് എന്ന് മനസ്സിലാക്കി അല്ലാഹുവിനോട് കണ്ണുനീരുറ്റിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതെങ്കിലും അവരോട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ ഈമാനിൻ്റെയും നമ്മളുടെ ആദർശ സാഹോദര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭാഗമാണ് എന്ന് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദുശക്തികളെ പരാജയപ്പെടുത്തി, അവരുടെ കുടില മോഹങ്ങളെ പരാജയപ്പെടുത്തി, അവരുടെ താല്പര്യങ്ങളെ, സ്ഥാപിത താല്പര്യങ്ങളെ പരാജയപ്പെടുത്തി. ഗസ എന്ന ദേശത്തിന്, ഫലസ്തീൻ എന്ന ഭൂപ്രദേശത്തിന് അതിൻ്റെ ആദർശത്തെയും അതിൻ്റെ വിശ്വാസത്തെയും
അതിൻ്റെ സ്വാതന്ത്ര്യത്തെയും അതിൻ്റെ മണ്ണിനെയും അതിൻ്റെ ആകാശത്തെയും സംരക്ഷിച്ച് ഇസ്സത്തോടുകൂടി മുന്നോട്ട് പോകുവാനുള്ള തൗഫീക്ക് നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരോട് അനീതി ചെയ്യാതിരിക്കുവാനുള്ള ഈമാൻ പ്രകടിപ്പിക്കുവാനുള്ള ശക്തി നൽകി മുസ്ലിം ഉമ്മത്തിനെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. സയണിസത്തോടും സാമ്രാജ്യത്വത്തോടും ചേർന്ന് നിന്ന് മുസ്ലിം ഉമ്മത്തിനെ ഒറ്റുകൊടുക്കുന്ന, മുസ്ലിം സമൂഹത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന, ആഗോളതലത്തിൽ തന്നെ മുസ്ലിം സമുദായത്തെ നശിപ്പിക്കാൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാതരം കപടവിശ്വാസികളെയും അതുപോലുള്ള ശക്തികളെയും അള്ളാഹു കൈകാര്യം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.